ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാന്യത ടെക് പാർക്കിലേക്കാണ്. നമ്മുടെ നാട്ടിലുള്ള ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്കൊക്കെ പോലെ തന്നെ ബാംഗ്ലൂരിലുള്ള IT പാർക്കുകളിലൊന്നാണ് മാന്യത ടെക് പാർക്ക്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പബ്ലിക്കിനും ഈ ക്യാമ്പസ് ആക്സസിബിൾ ആണ്. അബി ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അവൻ താമസിക്കുന്നിടത്തു നിന്ന് 5 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടേക്ക്. ശരിക്കും പറഞ്ഞാൽ 3 കിലോമീറ്ററേ ഉള്ളൂ ഇതിൻ്റെ ബാക്ക് ഗേറ്റിലേക്ക്. അവിടെ നിന്ന് 2 കിലോമീറ്റർ അവൻ്റെ കമ്പനിയിലേക്കുള്ള ദൂരമാണ്. നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ കൂടെയാണ് ഓഫീസ് ദിവസങ്ങളിൽ അവൻ വരുന്നത്. ഇപ്പോൾ വലിയ ട്രാഫിക്കൊന്നും കാണുന്നില്ലെങ്കിലും പകൽ സമയത്ത് അത്യാവശ്യം നല്ലൊരു ട്രാഫിക്കുള്ളൊരു ഏരിയയാണ്. അങ്ങനെ നമ്മൾ മാന്യതയുടെ ബാക്ക് ഗേറ്റിലൂടെ ക്യാമ്പസിനകത്തേക്ക് പ്രവേശിച്ചു. ഇപ്പം നിങ്ങൾ കാണുന്നത് മാന്യത റെസിഡൻസിയാണ്. ഇവിടെ ആൾക്കാരൊക്കെ താമസമുണ്ട്. അതുപോലെ തന്നെ ഇതിനുള്ളിലെ പല കമ്പനികളുടെയും ഗസ്റ്റ് ഹൗസ് ഇവിടെ തന്നെയാണ്. തിരക്കുള്ള സമയത്ത് മാന്യത റെസിഡൻസിയുടെ അകത്തൂടെ ടാക്സി വണ്ടികളൊന്നും കടത്തിവിടുകയില്ല. പക്ഷേ ഇവരുടെ വണ്ടികളൊക്കെ കടത്തിവിടും. ദാ ഇവിടെ റോഡിൻ്റെ സെൻറ്ററുകളിൽ ഷോ കമുകുകളും സൈഡുകളിൽ വാഗമരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയാണ് ഈ സ്ഥലം കാണാനായിട്ട്. ഇന്നൊരു ശനിയാഴ്ച ദിവസം ആയതുകൊണ്ടാണ് ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. ദാ ഇവിടം കൊണ്ട് ഇനി മാന്യത ടെക് പാർക്ക് തുടങ്ങുകയാണ്. ഇതിനുള്ളിൽ നമുക്ക് പരിചിതമായ കമ്പനികളായ നോക്കിയ, ഫിലിപ്സ്, റോൾസ് റോയ്സ് തുടങ്ങിയ കമ്പനികളുടെ IT സെക്ഷനുണ്ട്. ഈ ക്യാമ്പസ് നല്ല സ്പേഷ്യസ് ആണ്. ഇപ്പോഴും പുതിയ ബിൽഡിങ് അവർ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പോകുന്ന വഴിയിലും നമുക്ക് കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. സൈഡുകളിൽ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ് ഈ ഭാഗം രാത്രിയിൽ കാണാനായിട്ട്. പകലും ഞങ്ങൾ ഈ വഴി വന്നിരുന്നു. ഇത്രയും ഭംഗി ഈ ഭാഗത്തിന് പകൽ കിട്ടുന്നില്ല. രാത്രിയിലാണ് ഇത്രയും ഭംഗിയായി കാണപ്പെടുന്നത്. കാറ് സൈഡാക്കി ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ഇവിടെ ഇറങ്ങി നിന്നു. ദൈ കാണുന്ന ഓഫീസിലാണ് അബി വർക്ക് ചെയ്യുന്നത്. ലോസ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. അതിനോട് ചേർന്ന് ഈ നേരെയായിട്ട് കാണുന്ന റോൾസ് റോയ്സിൻ്റെ ഓഫീസാണ്. നമ്മൾ വണ്ടി നിർത്തിയേക്കുന്നത് ഇതിനകത്ത് ഒരു ബസ് സ്റ്റോപ്പ് പോലത്തെ സ്ഥലത്താണ്. ഇതിനകത്തൂടെ പബ്ലിക് ട്രാൻസ്പോർട്ടൊന്നും ഇല്ല. ജസ്റ്റ് ആളുകൾക്ക് പിക്കപ്പിനും റോക്കിനും ഒക്കെ വേണ്ടിയായിരിക്കും ഇങ്ങനെ പണിതിട്ടിരിക്കുന്നത്. എന്താണെങ്കിലും വളരെ ഭംഗിയായിട്ടാണ് കാണുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ദാ അവിടെയായിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നതാണ് ആ കാണുന്നത്. ദാ ഇത് കാണുന്നില്ലേ, ഒരു ക്രെയിൻ വർക്ക് ചെയ്യുന്നത്.
ഇവിടെ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് ഞങ്ങളിനി അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. ഇവിടെ കുറച്ചുകൂടെ പിള്ളേർക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റിന് പറ്റിയ ഏരിയയാണ്. ഊഞ്ഞാലും ഓപ്പൺ ജിമ്മും ഒക്കെ ഉണ്ട് ഇവിടെ. ഇതിനകത്ത് വർക്ക് ചെയ്യുന്നവർ വന്ന് വർക്ക് പ്രഷറൊക്കെ കൂടുമ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയമായിരിക്കാം. ഈ ഓപ്പൺ ജിമ്മൊക്കെ കണ്ടപ്പോൾ ഞാനും ഒന്ന് ഹെൽത്ത് കൺസേണായി ഒന്ന് എക്സസൈസ് ചെയ്യാൻ നോക്കിയതാണ്. ആ കാണുന്നത് മാന്യതയ്ക്കകത്തെ ഹിൽട്ടൺ എന്ന് പറയുന്നൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. പിള്ളേരൊക്കെ ഊഞ്ഞാൽ കിട്ടാൻ വേണ്ടി നല്ല വെയിറ്റിംഗ് ആയിരുന്നു. അത് കണ്ട് അവിടെ ഇരുന്നവരൊക്കെ ഒന്ന് മാറിക്കൊടുത്തു. ഫത്താഹാണ് ഒരു പരിചയമില്ലാത്തൊരു പെങ്കൊച്ചിനെ കൊണ്ട് ഊഞ്ഞാല് വാട്ടിത്തരാൻ പറഞ്ഞു. അവർക്ക് സത്യം പറഞ്ഞാൽ ഫത്തഹ് പറഞ്ഞ് എന്തുവാന്ന് പോലും മനസ്സിലായില്ല. കാരണം അവർ മലയാളിയല്ല. എന്നിട്ടും ഫത്തഹിന് ഇതേണ്ട ആട്ടുവാണ്. ഇതൊക്കെ ഇവിടെ നടക്കുമ്പോൾ അമ്മച്ചിയും കുക്കും കൂടെ ദാണ്ട് ഇവിടെ നല്ല എക്സസൈസിലാണ്. കഠിനമായ അവരുടെ വർക്കൗട്ട് കഴിഞ്ഞ് അവർ ഫിറ്റായപ്പോൾ ഞാൻ ഒന്നുകൂടെ കയറി. അബിയുമായിട്ടാണ് യുദ്ധം. എന്താണെന്ന് അറിയത്തില്ലേലും ഐറൂൻ താണ്ട് ഒരു സാധനത്തിൽ കയറി ഐറൂനെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ താണ്ട് ചെയ്യുന്നുണ്ട്. എക്സസൈസ് എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല ദാഹം തോന്നി. അതിനായിട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു ഫുഡ് കോർട്ടിലേക്ക് പോവുകയാണ്. അതിൻ്റെ പേര് ഡോക്യാർഡ് എന്നാണ്. ഇതിനകത്ത് ഒരുപാട് ഫുഡ് ഔട്ട്ലെറ്റ്സുകളെല്ലാം ഉണ്ട്. എന്നാൽ ഇന്ന് വർക്കിംഗ് ഡേ അല്ലാത്തതുകൊണ്ട് എല്ലാം ഒന്നും വർക്കിംഗ് അല്ല. ഐറമോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് ഞങ്ങളെ ചേട്ടൻ്റെ കൂടെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയതാണ്. ചെന്ന് നോക്കിയപ്പോൾ ഇതാണ് സംഭവം. അങ്ങനെ എല്ലാവരും ഇതാ കണ്ടോ, ചേട്ടൻ്റെ തോളയിലൊക്കെ ഇരുന്നു മടിയിലിരുന്നൊക്കെ ഫോട്ടോ എടുപ്പായിരുന്നു. ഈ കാണുന്നത് മാന്യതയ്ക്കകത്തുള്ളൊരു മറ്റൊരു ഫുഡ് സ്പോട്ടാണ്. ഇതിലിന്ന് ഒന്നും തന്നെ തുറന്നിട്ടില്ല. ഔട്ടർ റിംഗ് റോഡിൻ്റെ ഫ്ലൈ ഓവറിൽ നിന്ന് മാന്യതയ്ക്കകത്തോട്ട് ഡയറക്റ്റ് എൻട്രി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതുകൂടെ ഒന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ ഫ്ലൈ ഓവറിൽ നിന്ന് മാന്യതയിലേക്കുള്ള ട്രെയിനിൽ നിന്ന് തിരിഞ്ഞ് ഞങ്ങൾ മാന്യതയിലേക്ക് ഇറങ്ങുകയാണ്. ഈ ഒരു എൻട്രി വന്നതോടുകൂടി മാന്യത ഭാഗത്തെ 80% ട്രാഫിക് ബ്ലോക്ക് ഒഴിവാകുകയാണ് ചെയ്തത്.
അങ്ങനെ മാനിത ടെക് പാർക്ക് ഒന്ന് ഓടിച്ചിട്ട് കണ്ടു. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.